Hi, hello everyone. Welcome to AM Blackboard. എല്ലാവർക്കും AM ബ്ലാക്ക്ബോർഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൃത മോഹൻദാസ്. അപ്പോൾ ഞാൻ ഇന്ന് CBSE 10th സ്റ്റാൻഡേർഡിലെ IT എന്ന സബ്ജക്റ്റിൽ പാർട്ട് B അതിൽ സെക്ഷൻ 1 യൂണിറ്റ് 1 സെക്ഷൻ 1 ഹാൻഡിൽ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഏതാണ് സെക്ഷൻ 1? സ്റ്റൈൽസിനെ ഡോക്യുമെന്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് പഠിച്ചു തുടങ്ങിക്കാണും, എങ്കിലും നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ അകത്ത് ആദ്യം തന്നെ പറയുന്നത് വേർഡ് പ്രോസസ്സേഴ്സിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് വേർഡ് പ്രോസസ്സേഴ്സ് നിങ്ങൾക്കറിയാം? മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ലിബ്രെ ഓഫീസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ ഓപ്പൺ ഓഫീസ് ഉണ്ട്, ഓപ്പൺ ഓഫീസ് റൈറ്റർ അല്ലേ. പിന്നെ ഏതാണുള്ളത്? മൈക്രോസോഫ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, ഗൂഗിൾ ഡ്രൈവ് ഡോക്യുമെന്റ് ഉണ്ട് അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള വേർഡ് പ്രോസസ്സേഴ്സ് ഉണ്ട്. അപ്പോൾ വേർഡ് പ്രോസസ്സേഴ്സ് അല്ലേ, എന്താണ് ഈ വേർഡ് പ്രോസസ്സേഴ്സ്? ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വേർഡ് പ്രോസസ്സേഴ്സ്. എന്താണ് വേർഡ് പ്രോസസ്സേഴ്സ്? വേർഡ് പ്രോസസ്സേഴ്സ് ആർ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ് അല്ലേ. എന്തൊക്കെ ടൈപ്പ് ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വേർഡ് പ്രോസസ്സറിൽ പ്രിപ്പയർ ചെയ്യാറ്? നിങ്ങൾ കൂടുതലും ഫെമിലിയർ ആയിട്ടുണ്ടാവുക മൈക്രോസോഫ്റ്റ് വേർഡുമായിട്ടായിരിക്കും. എന്നാലും മൈക്രോസോഫ്റ്റ് വേർഡിലാണെങ്കിൽ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്? അല്ലെ അതൊന്നും വേണ്ട, നിങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ഡോക്യുമെന്റ്സിനെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഡോക്യുമെന്റ്സിനെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഫസ്റ്റ് ഡോക്യുമെന്റ് ഏതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക? കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഡോക്യുമെന്റ് ഏതായിരിക്കും? നോട്ടീസ് അല്ലേ. നോട്ടീസ് ഇതുപോലെ വേർഡ് പ്രോസസ്സറിൽ ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്റ് ആണ് അല്ലേ. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? നോട്ട്സ്. നിങ്ങൾക്ക് സ്കൂളുകളിൽ നോട്ട്സ് കിട്ടാറുണ്ടല്ലേ, പ്രിന്റഡ് നോട്ട്സ്. അതെവിടെയായിരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക? അതും വേർഡ് പ്രോസസ്സറിൽ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ വേറെ എന്താണ്? നമുക്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലേ. ഏതെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുന്നതിനുള്ള ലിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി വേറെ എന്തുണ്ട്? പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ എന്താണ്? അതെല്ലാം ഒരു ഡോക്യുമെന്റ് ആണ് അല്ലേ. അപ്പം നിങ്ങൾ ഈ ഡോക്യുമെന്റ്സിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും, അതെല്ലാം പല തരത്തിലാണ്. ഇപ്പോൾ ലിസ്റ്റ് ആണെങ്കിൽ അത് ഒന്നെങ്കിൽ 1, 2, 3 അല്ലെങ്കിൽ ബുള്ളറ്റിനനുസരിച്ചായിരിക്കും. നോട്ടീസ് ആണെങ്കിൽ ഹെഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് കുറച്ച് പാരഗ്രാഫ്, കുറച്ച് ലിസ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ്, പാരഗ്രാഫ്, ലിസ്റ്റ്, ഫിഗേഴ്സ്, അത് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നത്തക്ക രീതിയിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഇതാണ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡോക്യുമെന്റ് എവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? വേർഡ് പ്രോസസ്സറിൽ. ആ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെന്റിന് പല ഫോർമാറ്റിംഗ് ആയിരിക്കും അല്ലെ, പല സ്റ്റൈൽസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ സ്റ്റൈൽസിനെ കുറിച്ചാണ്, സ്റ്റൈൽസ് ഇൻ ദ ഡോക്യുമെന്റിനെ കുറിച്ചാണ് നമ്മുടെ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പൊ എന്താണ് സ്റ്റൈൽസ് ഇൻ എ വേർഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഒരു ഡോക്യുമെന്റിന്റെ അതിന്റെ ലുക്കും ബിഹേവിയറും എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് കുറെ ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് ആയിരിക്കും അല്ലേ. ആ ഒരു ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൈൽസ് ഇൻ എ വേർഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വേരിയസ് ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് that defines the look and behavior of that document. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പോൾ എന്താണ് ഈ സ്റ്റൈൽസ് നമ്മുടെ ഡോക്യുമെന്റിൽ ഉള്ളത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? എന്തൊക്കെയാണ് സ്റ്റൈൽസിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? അപ്പോൾ സ്റ്റൈലിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം, പാരഗ്രാഫിലെല്ലാം സെയിം സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. സെയിം ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ്, അതായത് സെയിം ഫോണ്ട്, സെയിം സൈസ്, അങ്ങനെ എല്ലാം സെയിം ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഡോക്യുമെന്റിൽ തന്നെ കുറേ പാരഗ്രാഫ് കാണും, കുറേ ഹെഡിങ് കാണും, കുറേ സബ് ഹെഡിങ് കാണും. ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസ് ആയിരിക്കും. ഹെഡിങ് കുറച്ച്, മെയിൻ ഹെഡിങ് കുറച്ച് വലുതായിരിക്കും, സബ് ഹെഡിങ് അതിൽ ചെറുതായിരിക്കും. പിന്നെ പാരഗ്രാഫിൻ്റെ ലെങ്ത്, പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ്, പാരഗ്രാഫിൽ തന്നെ ചിലപ്പോൾ ലിസ്റ്റൊക്കെ കാണും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പാരഗ്രാഫിന് മാത്രം എല്ലാത്തിലും പാരഗ്രാഫ് എല്ലാം സെയിം ആയിരിക്കും ഒരു ഡോക്യുമെന്റിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർമാറ്റിംഗ് ഫീച്ചർ വളരെ എളുപ്പത്തിൽ തന്നെ ഈ
സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ പാരഗ്രാഫ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ നമ്മളൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള ഒരു സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ആ സ്റ്റൈല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു പാരഗ്രാഫിന് അല്ലെങ്കിൽ ഒരു ഹെഡിങ്ങിന് നമ്മൾ ആ സ്റ്റൈൽ അപ്ലൈ ചെയ്തു. ഈ സെയിം സ്റ്റൈലിനെ തന്നെ നമ്മൾ മറ്റുള്ള അല്ലെങ്കിൽ ഹെഡിങ്ങിലേക്കോ പാരഗ്രാഫിലേക്കോ ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതായത് ഇത് റെപ്ലിക്കബിൾ ആണ്. പിന്നെ ഇത് ഫാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണുള്ളത്? ഇതൊരു കൺസിസ്റ്റന്റ് ഫോർമാറ്റിംഗ് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള വേർഡ് പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓഫീസ് റൈറ്റർ ആണ്. അപ്പോൾ ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ മേജറായിട്ട് 5 ടൈപ്സ് ഓഫ് സ്റ്റൈൽസ് ഉണ്ട്. ആ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് സ്റ്റൈൽ. പാരഗ്രാഫ് സ്റ്റൈൽ എന്തിനാണ്? ഒരു പർട്ടിക്കുലർ പാരഗ്രാഫിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്യുന്ന സ്റ്റൈലിനെയാണ് പാരഗ്രാഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ക്യാരക്ടർ സ്റ്റൈൽ. ക്യാരക്ടർ സ്റ്റൈൽ എന്തിനാണ്? ആ ഒരു പാരഗ്രാഫിലുള്ള ഒരു ബ്ലോക്ക് ഓഫ് സെൻറ്റൻസിനോ അല്ല കമ്പോണൻസിന് വേണ്ടിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ സ്റ്റൈൽ ഉള്ളത്. പിന്നെ ഉണ്ട് പേജ് സ്റ്റൈൽ. എന്താണ് പേജ് സ്റ്റൈൽ? ഒരു പർട്ടിക്കുലർ പേജിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ, അതാണ് പേജ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഫ്രെയിം സ്റ്റൈൽ. ഫ്രെയിം സ്റ്റൈൽ എന്തിനാണ്? അതിലെ ഫ്രെയിംസിനും ഗ്രാഫിക്സിനും വേണ്ടിയിട്ടുള്ളതാണ് ഫ്രെയിം സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് അഞ്ചാമത്തെയാണ് ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നമ്പേർഡ് ലിസ്റ്റ് ഉണ്ടാവും, അല്ലെ ബുള്ളറ്റിൻസ് ആയിട്ടായിരിക്കും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലേ? അപ്പം ആ ഒരു ലിസ്റ്റിൻ്റെ ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം ഓപ്പൺ ഓഫീസ് റൈറ്റർ നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം ഈ സ്റ്റൈൽസ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു ബ്രൗസർ ഓപ്പൺ ആക്കി openoffice.org എന്ന അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ഞാൻ ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ആക്കിയത്. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ഓഫീസിൻ്റെ സൈറ്റിൽ കാണാൻ സാധിക്കും റിലീസ്ഡ് അപ്പാച്ച് ഓപ്പൺ ഓഫീസ് 4.1.10. അതാണ് ലേറ്റസ്റ്റ് വേർഷൻ ഓപ്പൺ ഓഫീസിൻ്റെ. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏത് സിസ്റ്റമാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. എൻ്റെത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാം, അതായത് 4.1.10. അത് സെലക്ട് ചെയ്യുക. ദെൻ ഡൗൺലോഡ് ഫുൾ ഇൻസ്റ്റലേഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും യുവർ ഡൗൺലോഡ് വിൽ സ്റ്റാർട്ട് ഷോർട്ട്ലി എന്ന്. ഉടനെ തന്നെ നമ്മൾ ഡൗൺലോഡ് സ്റ്റാർട്ടാവുന്നതാണ്. ഡൗൺലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ പോയി ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരും. അതിൻ്റെ അകത്ത് ഫോർനെയിമും സർനെയിമും ഇനിഷ്യൽസും എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓപ്പൺ ഓഫീസ് വിൻഡോ ഓപ്പണായി. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റ്, ഡോക്യുമെൻറ്റ്, സ്പ്രെഡ്ഷീറ്റ്, ഡ്രോയിങ്, പ്രസൻറ്റേഷന്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആണ്, അതായത് ഓപ്പൺ ഓഫീസിൻ്റെ റൈറ്റർ. അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ആക്കി. ഇതാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇത്രയും. ഇനി നമുക്ക് ഓപ്പൺ ഓഫീസ് റൈറ്ററിനെ ഒന്ന് ഓവറോൾ പരിചയപ്പെടാം. നമ്മൾ വേർഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ടൂൾസ്, വിൻഡോ, ഹെൽപ്പിംഗ് വിൻഡോ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അത് കൂടാതെ തന്നെ സ്റ്റൈൽസ്, ഫോണ്ട് സൈസ്, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈന്, പാരഗ്രാഫ് സ്റ്റൈൽസ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് വിൻഡോ ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 3 മെത്തേഡ് ഉണ്ട്. ബൈ കമാൻഡ്, ബൈ ക്ലിക്കിംഗ് ഓൺ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ബട്ടൺ, പിന്നെ ബൈ പ്രസ്സിംഗ് F11 കീ. ഫസ്റ്റ് നമുക്ക് ബൈ കമാൻഡ് നോക്കാം. അതിനായി ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ്
അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്റ്റൈൽസ് ആൻഡ് ഫോമാറ്റിംഗ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഫോമാറ്റ്, സ്റ്റൈൽസ് ആൻഡ് ഫോമാറ്റിംഗ്, അതാണ് ബൈ കമാൻഡ്. അതിൻ്റെ അകത്ത് കണ്ടോ F11 എന്ന് ഷോർട്ട് കട്ട് കീ കിടക്കുന്നു. കീബോർഡിൽ F11 കീ പ്രസ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഓൾറെഡി ഫോമാറ്റിംഗ് വിൻഡോ ഓപ്പൺ ആണ്. ഇനി നമ്മൾ F11 ഞെക്കിയാൽ ആ വിൻഡോ ക്ലോസ് ആവും. ഒന്നുകൂടെ ഞെക്കിയാൽ അത് പിന്നെ ഓപ്പൺ ആവും. മനസ്സിലായോ? ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും F11 തന്നെ മതിയാകും. ഇനിയുള്ളത് ബൈ ക്ലിക്കിംഗ് ഓൺ സ്റ്റൈൽസ് ആൻഡ് ഫോമാറ്റിംഗ് ബട്ടൺ. കണ്ടോ ടൂൾ ബാറിൻ്റെ അവിടെയായിട്ട് സ്റ്റൈൽസ് ആൻഡ് ഫോമാറ്റിംഗ് കണ്ടോ ബട്ടൺ? അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും സ്റ്റൈൽസ് ആൻഡ് ഫോമാറ്റിംഗ് വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. കണ്ടോ, ഇതാണ് സ്റ്റൈൽസ് ആൻഡ് ഫോമാറ്റിംഗ് വിൻഡോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു തന്നതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് വേർഡ് പ്രൊസസ്സറിനെ കുറിച്ചാണ്. ഏതൊക്കെ ടൈപ്പ് വേർഡ് പ്രൊസസ്സർ ഉണ്ടെന്ന് പഠിച്ചു. വേർഡ് പ്രൊസസ്സർ എന്താണെന്ന് പഠിച്ചു. വേർഡ് പ്രൊസസ്സറിൽ സ്റ്റൈൽസിനെ കുറിച്ച് പഠിച്ചു. സ്റ്റൈൽസിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. അതുകൂടാതെ തന്നെ പിന്നെന്താണ് പഠിച്ചത്? നമ്മൾ ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഉള്ള സ്റ്റൈൽസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഓപ്പൺ ഓഫീസ് റൈറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിച്ചു. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പഠിച്ചു. എന്നിട്ട് സ്റ്റൈൽസ് ആൻഡ് ഫോമാറ്റിംഗ് വിൻഡോ ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ എങ്ങനെ എടുക്കാമെന്നും പഠിച്ചു അല്ലേ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു സോ മച്ച്.